ഹായ്. അപ്പം ഇന്ന് ചിത്രയാണേ. ചിത്ര മാത്രല്ല, ഇന്ന് ചിങ്ങം ഫസ്റ്റും കൂടിയാണ്. അപ്പം ആസ് യൂഷ്വൽ നമ്മള് കളമൊക്കെ ഇന്നലെ ഇട്ട പൂക്കളൊക്കെ റിമൂവ് ചെയ്തിട്ട് കളം വൃത്തിയാക്കി ചാണകമൊക്കെ തേച്ച് സെറ്റ് ചെയ്തു. പിന്നെ നമ്മുടെ വീട്ടിൽ കുറച്ച് റോസാപ്പൂവൊക്കെ ഉണ്ടായിരുന്നു, നശിച്ച് പൂവാറായി നിൽക്കുന്നത്. അപ്പോൾ അതൊക്കെ പറിച്ചു. കുറച്ച് ഇലയും പിന്നെ നമ്മുടെ പറമ്പിലുണ്ടായിരുന്ന കുറച്ച് ഐറ്റംസൊക്കെ നമ്മൾ പറിച്ചു. പിന്നെ ഓൾറെഡി നമ്മുടെ കയ്യിൽ പൂക്കളുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വെച്ചിട്ടാണ് നിന്ന് നമ്മൾ പൂക്കളിടുന്നത്. അപ്പോൾ സെൻറ്ററിൽ തന്നെ ശംഖുപുഷ്പമാണ് വെച്ചിട്ടുള്ളത് കേട്ടോ. അത് കഴിഞ്ഞിട്ട് റോസ് പെറ്റൽസ് വെച്ചു. അങ്ങനെ നമ്മൾ ഒരു സെറ്റ് ചെയ്ത് കൊണ്ടുവന്നു. എനിക്ക് ഇന്നത്തെയും പൂക്കളം ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. അത്തത്തിൻ്റെ എനിക്ക് ഇഷ്ടപ്പെട്ടു, ചിത്രയും എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. അങ്ങനെ നമ്മൾ പൂക്കളൊക്കെ ഇട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പം മയിൽ വന്നിട്ടുണ്ടായിരുന്നു. മയിൽ ആക്ച്വലി ഇവിടെ ഭയങ്കര നമ്മൾ ഡെയിലി കാണാറുണ്ട്. 3-4 എണ്ണമൊക്കെ ആയിട്ട് വരാറുണ്ട്. പക്ഷെ പീലിയുള്ള മയിലൊന്നും അങ്ങനെ ഇല്ല കേട്ടോ. ഇതിപ്പോൾ ടെറസിൻ്റെ മുകളിൽ വന്നിട്ട് ആളവിടെ കുറച്ച് നേരം നോക്കിയിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കണ്ട് വീണ്ടും നമ്മൾ പൂക്കളൊക്കെ ഇടാൻ സ്റ്റാർട്ട് ചെയ്തു. ഇത് വാഴയുടെ കൊപ്രയാണ് വെക്കുന്നത്. ആക്ച്വലി ഇതൊരു ഡീറ്റെയിലിംഗ് ആണ് കേട്ടോ. ഇത് ഭയങ്കര രസമാണ് വെച്ച് വരുമ്പം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ വാഴക്കൊപ്ര കൊണ്ടുള്ള പരിപാടി. അങ്ങനെയാണ് നമ്മളുടെ ചിത്രയുടെ പൂക്കളം പോയിക്കൊണ്ടിരിക്കുന്നത്. ഔട്ട് കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലോ എന്ന് പറയണേ. പിന്നെ നിങ്ങളൊക്കെ എങ്ങനെയാണ് പൂക്കളം വീടിൻ്റെ അവിടെയൊക്കെ പൂവുണ്ടോ, അതോ കടയിൽ നിന്ന് തന്നെയാണോ വാങ്ങിയിട്ട് ഇടാറുള്ളത് എന്നൊക്കെ ഒന്ന് പറയണേ. വലിയ കളമാണ് ഇപ്രാവശ്യം എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് അത് തികയ്ക്കുക എന്നുള്ളത് ഒരു ടാസ്ക് തന്നെയായിരുന്നു. ഇപ്പോൾ പൂക്കളൊക്കെ മാറി ഇലകളാണ് നമ്മൾ വെച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം പൂവ് നമ്മൾ കട്ട് ചെയ്ത് വെച്ചത് കുറഞ്ഞു പോയി. അപ്പം ഇലയും നമ്മൾ ഇടാന്ന് വെച്ചിട്ട് തന്നെ പറിച്ചു വെച്ചതാണ്. അപ്പം അതുകൊണ്ട് നമ്മൾ ഫില്ല് ചെയ്തു. അങ്ങനെ ഇതാണ്ടോ നമ്മുടെ ഔട്ട്. നന്നായിട്ടില്ലേ പൂക്കളം? എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. അങ്ങനെ ഇന്നത്തെ പരിപാടിയും കഴിഞ്ഞ് ഇനി നാളെ കാണാം. ലവ് യു. ബൈ ഗൈസ്.